നമസ്കാരം, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ കൃഷ്ണൻ്റെ അതീവ രഹസ്യമായ ഒരു മന്ത്രത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇത് ഒരു കൃഷ്ണവിദ്യ തന്നെയാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചെയ്യേണ്ട ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രം തന്നെയാണിത്. എന്നിരുന്നാലും ഇതിൻ്റെ ഉപയോഗ ഫലങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. പ്രധാനമായ 5 ഫലങ്ങളാണ് ഇതിനെ നേരിട്ട് നമുക്ക് അനുഭവിച്ചറിയാവുന്നത്. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യം, ദീർഘായുസ്. ഈ 5 കാര്യങ്ങൾ നിങ്ങളിത് ശരിയായ രീതിയിൽ ഉപാസിക്കുക മീൻസ് എല്ലാ ദിവസവും 108 തവണ ജപിച്ചിരിക്കണം രാവിലെ. പിന്നെ നമുക്ക് ഫ്രീ ടൈമിൽ ഇത് മനസ്സിൽ കൂടെ ജപിക്കാം. മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാദശാക്ഷരി മന്ത്രമാണിത്. എന്നിരുന്നാലും ഇതിൻ്റെ 5 ഫലങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ മന്ത്രത്തിന് അത്ഭുതകരമായ ശക്തി വിശേഷങ്ങൾ തന്നെയുണ്ട്. അത് എത്രത്തോളം പറഞ്ഞാലും അത് മതിയാവില്ല, അത്രത്തോളം ഉണ്ട്. ഇതിൻ്റെ അനുഭവങ്ങളും ഇതിൻ്റെ ഉപയോഗക്രമങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള ഉപയോഗക്രമങ്ങളുണ്ട്. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം, ഇത് നമ്മൾ രാവിലെ ജപിക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ അങ്ങ് ജപിച്ച് പോയിട്ട് കാര്യമില്ല. ജപിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ആ അക്ഷരത്തിൽ, മന്ത്രത്തിൻ്റെ അക്ഷരങ്ങളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഓം ജപിക്കുമ്പോൾ ആ അക്ഷരമുണ്ടല്ലോ, ഓം എന്നുള്ളത്, അത് മലയാളത്തിൽ എങ്ങനെ എഴുതിയിട്ട് ഓം എന്ന് എഴുതും അതുപോലെ നമ്മളെ മനസ്സിൽ അത് എഴുതണം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എഴുതണം. ആ രീതിയിൽ വേണം ജപിക്കാൻ. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ മനസ്സിൽ എഴുതിക്കൊണ്ട് ജപിക്കുമ്പോൾ ഇത് ഒരു ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളർ വെച്ച് എഴുതണം. മനസ്സിൽ ബ്ലൂ കളർ വെച്ച്, തിളങ്ങുന്ന ബ്ലൂ കളർ വെച്ചിട്ട് എഴുതുക. അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം. നീല നിറത്തിലിങ്ങനെ ഓം നീല നിറത്തിൽ ജ്വലിക്കണം. നമോ ഭഗവതേ വാസുദേവായ. വളരെ പതുക്കെ ആയിട്ട് ജപിച്ചാൽ മതി. അപ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അതായത് 108 തവണ ജപിക്കും. നിങ്ങൾ എണ്ണം പിടിക്കണ്ട, ജപിച്ചോ. 108 തവണ ഏകദേശം നമുക്കൊരു 15 മിനിറ്റ് കണക്കാക്കി ജപിച്ചാൽ മതി. എണ്ണം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ എണ്ണത്തിലാവും. അതുകൊണ്ട് തന്നെ ഇതങ്ങ് ജപിച്ചു പോയാൽ ഒരു 15 മിനിറ്റ് അലാറം സെറ്റ് ചെയ്യുകയോ അങ്ങനെ ചെയ്തിട്ട് നമ്മളങ്ങ് ജപിച്ചാൽ മതി. ഇതിൻ്റെ ഗുണസാധ്യതകളെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾ അനുഭവിച്ചറിയുക. ഇത് ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ദിവസവും നിങ്ങളെ മനസ്സും ശരീരവും എങ്ങനെയായിരിക്കും എന്ന് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾ തന്നെ അനുഭവിക്കുക. അപ്പോൾ എല്ലാവരും ഇത് സ്ഥിരമായിട്ട് ജപിക്കുക. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.